السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, മാന്യ സുഹൃത്തുക്കളെ, എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ആ വ്യക്തി മരണപ്പെട്ടാൽ അവനെ സംബന്ധിച്ച് എന്താണ് ജനങ്ങൾ വിലയിരുത്തുന്നത്, എന്തായിരിക്കും ആ വ്യക്തിയെ സംബന്ധിച്ച് ജനങ്ങളുടെ മാനസിക തലം, അതനുസരിച്ചുകൊണ്ട് അവരുടെ വാക്കുകളൊക്കെ എന്തൊക്കെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ എന്തെല്ലാമാണ് ആ മനുഷ്യനിൽ ഉണ്ടാകാൻ പോകുന്നത്, അവന് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. എത്ര വലിയ ധനികനായാലും, ആഡംബര ജീവിതത്തിൽ നയിക്കുന്നവനായാലും, ഉയർന്ന പീഠങ്ങളിൽ ഇരിക്കുന്നവനായാലും, ഏത് അധികാരത്തിലിരിക്കുന്നവനായാലും, എത്ര സുഖലോലതന്മാരായിക്കൊണ്ട്, എത്ര സെക്യൂരിറ്റി വെച്ച് ജീവിക്കുന്നവനാണെങ്കിലും ശരി, തീർച്ചയായും ഒരു ടൈം ഈ മണിമേടയും വിട്ടിട്ട് വെട്ടിയിറക്കിയ മൺമേടയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ ദുന്യാവ്, ഈ ലോകം ഒരു മനോഹരമായ പഴം നൽകുന്ന ഒരു വൃക്ഷം പോലെയാണ്. ആ പഴം പഴന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു വൃക്ഷത്തിന് അത് വെട്ടാൻ വരുന്ന വെട്ടുകാരനും അത് പഴവും തണലും നൽകും എന്നുള്ളതാണ്. എന്നാൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വലഞ്ഞ് അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നവനും തണലും പഴങ്ങളും നൽകുമെന്നുള്ളതാണ്. എല്ലാ പക്ഷിപ്രവാദികൾക്കും ഭക്ഷണം നൽകും, ആ പഴം നൽകും. തന്നെയല്ല, ഏറെ എന്തിനേറെ പറയുന്നു, പ്രാണികൾക്ക് വരെ അതിൻ്റെ ഭക്ഷണം നൽകും. ഇതുപോലെ വെട്ടാൻ വരുന്നവർക്കും കേടികൾക്കും അല്ലാത്തവർക്കും എല്ലാം ഈ ദുന്യാവിൽ ഒരുപോലെയായിരിക്കും അവൻ്റെ ജീവിതം. ചില ആളുകൾക്ക് കൂടുതൽ അല്ലാഹു തആല സമ്പത്ത് കൊടുത്തേക്കാം, ചില ആളുകൾക്ക് കുറവായേക്കാം. അല്ലാഹു തആല റഹ്മാനാണ്. ഈ ദുന്യാവിലെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൊടുക്കുന്നത്. എന്നാൽ ആ മരം വെട്ടാൻ വരുന്ന മരം വെട്ടുകാരനും അത് തണലേകും. എന്നാൽ അവിടെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന് അവിടെ വിശ്രമിക്കാനിരിക്കുന്നവനും തണലേകും എന്ന് പറഞ്ഞതുപോലെ, ഇത് വിട്ട് ആ തണൽ ഒരവസരം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ജനങ്ങൾ എന്താണ് വിലയിരുത്തുന്നത്, ആ വിലയിരുത്തുന്നതിനനുസരിച്ച് കൊണ്ടായിരിക്കും അവൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു തുടങ്ങി നിവേദനം ചെയ്ത ഒരു ഹദീസ് കാണാം. അദ്ദേഹം പറയാണ്, മർറൂബി ജനാസത്തിൽ, ഒരു ജനാസയുമായി കൊണ്ട് കുറച്ചാളുകൾ നടന്നുപോയിണ്ടായി. ഖൈറൻ, അപ്പോൾ ആ വ്യക്തിയുടെ മേലിൽ നല്ലതിനെ കൊണ്ട് വാഴ്ത്തപ്പെട്ടു. ഖൈറൻ, അതിനെ സംബന്ധിച്ച് ആ ജനാസ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങളാണ് ജനങ്ങൾ പറഞ്ഞത് എങ്കിൽ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ തങ്ങൾ പറഞ്ഞു, വജബത്ത്, നിർബന്ധമാക്കിയെന്ന്. സുമ്മ മറൂബി ഉഖ്റ, പിന്നെ മറ്റൊരവസരത്തിൽ ഒരു ജനാസയുമായി കൊണ്ട് നടന്നു പോകുന്നു. ഫഅസ്നു അലൈഹ ശർറൻ, ആ മയ്യത്തിൻ്റെ മേലിൽ ദുഷിച്ചതായ മോശമായ അഭിപ്രായങ്ങളാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു, വജബത്ത്, അവൻ നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഖാല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നബിയോട് ചോദിച്ചു, മാ വജബത്ത? ഖാല ഹാദാ അസ്നൈതും അലൈഹി ഖൈറൻ, ഖൈറായ കാര്യം പറഞ്ഞപ്പോഴും അങ്ങ് പറഞ്ഞത് വജബത്ത എന്നാണ്, എന്നാൽ ഷർറായ കാര്യം പറഞ്ഞപ്പോഴും വജബത്ത എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ പൊരുൾ എന്താണ് എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖാല ഹാദാ അസ്നൈതും അലൈഹി ഖൈറൻ വജബത്ത് ലഹുൽ ജന്ന, നിങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞു, ധർമ്മിഷ്ഠനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, ഒരു പരമോപകാരിയായിരുന്നു, പ്രയാസം കൂടുന്ന സന്ദർഭത്തിൽ കൂടെ നിൽക്കുന്ന ആളായിരുന്നു, എല്ലാവർക്കും ബന്ധപ്പെട്ട ആളുകളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇബാദത്തൊക്കെ എടുത്ത് നിങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വഹാദ ഹസനൈത്തും അലൈഹി ഷർറൻ, ഷർറായ മോശമായ ഒരു കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ വജബത്തുലഹുന്നാർ, നരകം ആ വ്യക്തി നിർബന്ധമാക്കി എന്നാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് ഭൂമിയിലുള്ള. ജനങ്ങൾ പറയുന്നതനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തികൾക്ക് സ്വർഗവും നരകവും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്നാൽ നാം എന്ത് ചെയ്യണം, ചിന്തിക്കാനുള്ള ചില വിഷയങ്ങളാണ്
നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത്. ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനങ്ങൾ മോശമായ നിലയിൽ നമ്മളെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പറയുന്ന ആളുകൾ ആരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ബുദ്ധിഹീനരായ ആളുകൾക്കും കലഹപ്രേമികൾക്കും നല്ല ബന്ധം ഒരിക്കലും ഉണ്ടാകുകയില്ല. അവർക്ക് എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ബുദ്ധിഹീനർ എന്ന് പറഞ്ഞാൽ ഭാവി വരാനിരിക്കുന്ന കാര്യങ്ങളെ ചിന്തിക്കാതെ എവിടെയും ചെന്ന് കലഹപ്രേമികളായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്കറിയുകയില്ല ഞങ്ങൾ ഈ ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും വൈരാഗ്യത്തിൻ്റെയും വിത്താണ് വിതക്കുന്നത്, അത് ഞങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം അവർ ഒരിക്കലും ഓർക്കുന്നില്ല. പക്ഷെ അവരോടൊപ്പം കൂടുന്ന ആളുകൾ അവർക്ക് നല്ല ബന്ധങ്ങളോ നല്ല കൂട്ടുകാരോ നല്ല ആളുകളോ ആരും തന്നെ ഉണ്ടാകുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. മന്ത്രശബ്ദാദ് ഹോമിൻ ഹോമിൻഹോ, അവരോട് കൂടെ കൂടുന്നത് അവർക്കൊപ്പമുള്ള ആളുകളാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകൾ അതാണ് അക്രമിയും അഹങ്കാരിയും ഒരിക്കലും രക്ഷപ്പെടുകയില്ല. പക്ഷാതപിക്കാനുള്ള സമയം അവർക്ക് ഉണ്ടാകുകയില്ല. തന്നെയുമല്ല, അന്ത്യം വളരെ ഖേദത്തിലും ദുഃഖത്തിലും വളരെ പ്രയാസത്തിലും ആയിരിക്കും. അവർക്ക് തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല കൊടുക്കുകയില്ല. ഹാറൂന്റെയും ഫിർഔന്റെയും ചരിത്രം പോലെ എന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യന് വാക്കുകൊണ്ട് എന്താണ് അക്രമം, എന്താണ് മുൽമ, എന്താണ് അക്രമം, അതിക്രമം എന്താണ്? ഒരു മനുഷ്യന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശാരീരികമായോ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുക, അത് സമൂഹത്തെയാണെങ്കിലും ശരി, അതല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും ശരി, അവൻ്റെ അഭിമാനത്തെ ക്ഷയപ്പെടുത്തുന്നതാണെങ്കിലും ശരി, അവൻ്റെ സമ്പത്താണെങ്കിലും എല്ലാ കാര്യങ്ങളെയും അതൊക്കെ അതിക്രമത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഒരു മനുഷ്യനെ ആക്രമിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തീക്കണൽ കോരിനിട്ടുകൊണ്ട് ആനന്ദം കാണിക്കുന്ന ആളുകൾ ഈ ദുന്യാവിൽ നിന്ന് തൗബ ചെയ്യാനുള്ള അവസരം അവർക്ക് അല്ലാഹു തആല കൊടുക്കുകയില്ല. അവർ അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കും, നീട്ടിട്ട് കൊടുക്കും. എത്രത്തോളം അതിക്രമം കാണിക്കുന്നു അത്രത്തോളം അവർക്ക് ആയുസ് കൊടുക്കും എന്നതിൽ ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കും. അതുകൊണ്ട് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ശാരീരികമായി സാമ്പത്തികമായി അഭിമാനകരമായി ക്ഷയം വരുത്തുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ ഉള്ള വ്യക്തികൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. പിന്നെ പരിഹസിക്കുന്നവരും കുത്തുവാക്ക് പറയുന്നവരുമായ കുറേ ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് അങ്ങനെ കണ്ട് പരിഹസിക്കുക, കുത്തുവാക്കുകൾ പറയുക, ഇരട്ടപ്പേരിട്ട് പറയുക. ഈ ആളുകളുണ്ടല്ലോ, ഇങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ പരിഹസിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ നോവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, പല പല ആളുകളും അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടായേക്കാം. പക്ഷെ ഇവർക്ക് എന്താണ്, ഇവർക്ക് കുറ്റബോധം എന്നും അവരെ പിടിപെട്ടുകൊണ്ടിരിക്കും. അവർ കുറ്റബോധം ഉണ്ടാവും, അവരൊരിക്കലും ഉണ്ടാവില്ല. ആ കുറ്റബോധത്തിൽ നിന്ന് അവർ വിമുക്തരാകുകയില്ല എന്നുള്ളതാണ്. എപ്പോഴും അവരെ ആ കുറ്റബോധം അലട്ടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ, പരിഹസിക്കുക, ഞാൻ അവനെ പരിഹസിച്ചല്ലോ, അല്ലെങ്കിൽ ഞാൻ അവന് കുത്തുവാക്ക് പറഞ്ഞല്ലോ. ഇതും അതുപോലെ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകുക. അതുപോലെ തന്നെ അവനെ എവിടെ ചെന്നാലും അവന് ആ ഒരു കുറച്ചു കാലം കഴിഞ്ഞാൽ അവന് ആ ഒരു ദുഃഖബോധം, ആ ദുഃഖം, ആ കുറ്റബോധം അവനെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, നാലാമത്തെ ഒരു കാര്യമുണ്ട്, തൻ്റെ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പറഞ്ഞു നടക്കുന്നു. അങ്ങനെ ചെയ്യാറുണ്ട്. തൻ്റെ നോക്കാവില്ല, മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞു നടക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. നിങ്ങൾ പരിഹസിക്കപ്പെടുന്ന വിഭാഗം പരിഹസിക്കുന്നവരെക്കാൾ ഖൈറായവരായേക്കാം, നല്ലവരായേക്കാം. അതുകൊണ്ട് അവരെ നിങ്ങൾ പരിഹസിക്കരുത്. വനിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. അതുപോലെ തന്നെ സ്ത്രീകൾ, മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കാൻ പാടില്ല. ആ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ ഇവരെക്കാൾ ഉത്തമന്മാരായേക്കാം. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതൂബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങൾ ഇരട്ടപ്പേര് വിളിച്ച് പരിഹസിക്കുക. ഇരട്ടപ്പേര് അതുണ്ടാവും, ചില ആളുകൾ അങ്ങനെ അറിയുള്ളൂ. പക്ഷെ അത് അവനെ വിളിച്ചുകൊണ്ട് അവന് ഇഷ്ടമില്ലാത്തില്ല. ആരായാലും ശരി, ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു വ്യക്തി, അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരാകട്ടെ, അവന് ഇഷ്ടമില്ലാത്ത ഒരു പേര് വിളിച്ചുകൊണ്ട് അവനെ പരിഹസിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പൊരുത്തപ്പെടുന്നതല്ല, അത് അക്രമത്തിൽ പെട്ടത് തന്നെയാണ്. അതിന് ഖിസാസ് എടുക്കുമാരാണെങ്കിലും നാളെ അതിനെ സംബന്ധിച്ച് ഖിസാസ് ഉണ്ട്. എന്നിട്ട് തന്നെ മനുഷ്യനെ അല്ലാഹു തആല അവൻ്റെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിക്കണം. അതുപോലെ തന്നെ എന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം?
ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകുകയില്ല. ചില ആളുകൾ ദുന്യാവിന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന്, അങ്ങനത്തെ ഒരാളുകൾ നമ്മളാകാൻ പാടില്ല. ഒരു വ്യക്തി മരിച്ചു പോയെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായെങ്കിലും അവൻ ഈ ദുന്യാവിന്ന് പോയത് നന്നായി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു വ്യക്തിക്കും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അതിക്രമം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇവിടുന്ന് പോയെങ്കിൽ, അല്ലെങ്കിൽ പോയി നന്നായി എന്നിങ്ങനെ തോന്നുന്നൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ദാനശീലതയും പ്രയാസപ്പെടുമ്പോൾ കൂടെ നിൽക്കുന്നവരെയും മറ്റുള്ളവരുടെ ആദരവും ബഹുമാനവും ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളുകൾ അവർ ഏറ്റവും ഉത്കൃഷ്ടരും അവർ ദുന്യാവും ആഹ്റവും നേടുന്നവരുമാണ്. അവന് സന്തോഷം ഉണ്ടാവും, ആഹ്ലാദം ഉണ്ടാവും, മാനസികമായ സംതൃപ്തി ഉണ്ടാവും. ദാനശീലം എപ്പോഴും ദാനം കൊടുത്തുകൊണ്ടിരിക്കുക. ദാനം, സമ്പത്ത് നമ്മൾ ദാനം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രയാസമുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവർ, മറ്റുള്ള ആളുകളുടെ ആദരവും ബഹുമാനവും മറ്റെന്തെങ്കിലും ഒരു കാര്യലാഭം ആഗ്രഹിക്കാത്ത ആളുകൾ, ആ ആളുകൾക്ക് മാനസികമായ സംതൃപ്തിയും ഇതുണ്ടാകും, സന്തോഷമുണ്ടാകും. അതുപോലെ അവന് ആനന്ദങ്ങളും ഒക്കെ ഉണ്ടാവും. ദുന്യാവിലും ആഖിറത്തിലും അവൻ രക്ഷപ്പെടും. കഴിയും വിധം സാമ്പത്തിക സാമൂഹ്യ നമ്മൾ സൂക്ഷ്മത പാലിക്കുകയും നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കൊണ്ട് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന വിഭാഗം ആളുകളാകണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. ദാനശീലരും പ്രയാസപ്പെടുമ്പോൾ കൂടെ നിൽക്കുന്നവരും, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുന്യാവിലും ആഖിറത്തിലും രക്ഷയുണ്ടാകും. നമ്മൾ ഒരു മനുഷ്യന് എപ്പോഴാണ് ആവശ്യം വരുന്നു അപ്പം നമ്മൾ കൂടെ നിൽക്കണം. അപ്പം നമ്മൾ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾക്ക് എത്രമാത്രം നമ്മൾ നന്മ ചെയ്യുന്നുവോ, ഗുണം ചെയ്യുന്നുവോ, എത്ര പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ ആ വ്യക്തിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നോ, അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തിയും നമ്മളെ മറക്കുകയില്ല, എന്നും സ്മരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منذرين. ഈ ആയത്ത് സൂറത്ത് ദുഹാനിലെ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്താ എൻ്റെ പൊരുളുതലങ്ങൾ? എത്ര ആരാമങ്ങളും മരുവികളും ഉയർന്നതായ പീഠങ്ങളും വിളവ് സമൃദ്ധമായ കാർഷികീടങ്ങളും അതിലെല്ലാം സുഖലോലഭന്മാരായി സുഖിച്ച് കുതിച്ച് മതിച്ച് ഇരുന്ന ആളുകളെ അവർ ഈ ദുന്യാവിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ ആകാശഭൂമിയിലുള്ള ഒരൊറ്റ വസ്തുവും അവർക്ക് ഭേദപ്രകടനം നടത്തിയില്ല, ഒരിറ്റ് കണ്ണുനീർ ഒഴിച്ചില്ല, ഒരു അനുശോചനം രേഖപ്പെടുത്തില്ല. സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, ഒരു മനുഷ്യൻ്റെ വേർപാടിന് വേണ്ടിയിട്ട് ആകാശഭൂമിയിലുള്ള വസ്തുക്കൾക്ക് കരയുമോ നബിയെ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സഹാബത്തെ, എല്ലാം കരയും. ആർക്ക് വേണ്ടി കരയും? ഒരു മുഅ്മിനായ മുത്തഖിയായ മുസ്ലിമായ മനുഷ്യന് വേണ്ടി കരയും. ആകാശത്തിൽ 2 കവാടങ്ങളുണ്ട്. സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക. ആകാശത്തിൽ 2 കവാടങ്ങളുണ്ട്. ഒരു കവാടത്തിലൂടെ ഭക്ഷണം ഇറക്കി കൊടുക്കുകയും മറ്റൊരു കവാടത്തിലൂടെ അവൻ്റെ അഅ്മാലുകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഇത് നിലക്കുമ്പോൾ ആ 2 കവാടങ്ങളും ആ മനുഷ്യന് വേണ്ടി കരയും. അവൻ സുജൂദ് ചെയ്യുന്ന മക്കാൻ, സ്ഥലം, അവൻ കിടന്നിരുന്നത്, അവൻ ഉപയോഗിച്ചത് മുഴുവനും, ഒരു മുഅ്മിനാണെങ്കിൽ ഈ വസ്തുക്കളെല്ലാം അവന് വേണ്ടി കരയുകയും അവന് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പൊറുക്കലിനെ ചോദിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് നാം കാരണമായിക്കൊണ്ട് ചെറിയ ഒരു പ്രയാസം പോലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക ശാരീരികമായി ഉള്ള ഇടപെടലുകളിൽ നമ്മൾ വളരെയധികം സൂക്ഷ്മത പാലിക്കുക. മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. എല്ലാവരും സമ്പത്തുണ്ടായിട്ട് ചെയ്യാം. സമ്പത്തല്ല ദാനം ധർമ്മം എന്ന് പറഞ്ഞത്. അതിന് മുൻകർ സദക്കയാണ്. നല്ല കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുന്ന സദക്കയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ പ്രിയമുള്ള മോമിനികളെ, അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. ഈ ദുന്യാവ് വലിയ ഒരു
പഴം തരുന്ന മനോഹരമായ ഒരു വൃക്ഷം പോലെയാണ്. ഒരാൾ അതിനെ വെട്ടാൻ ചെല്ലുകയാണ്, മഴവും തോളിലിട്ട് ചെല്ലുകയാണെങ്കിൽ പഴം അതിൻ്റെ താഴെ വീണിക്കണമെങ്കിൽ അവനതെടുത്ത് ചെത്തി തിന്നാനുള്ള സൗകര്യം ചെയ്തു. അവനത് തണലേകുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച് വലഞ്ഞ് ഒരു മനുഷ്യൻ പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അതിന് തണലേകുകയും വിശ്രമം നൽകുകയും അതിന് അവന് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. മറ്റുള്ള വസ്തുക്കൾക്കത് ഭക്ഷണമാകുന്നു. പക്ഷേ ഈ തണൽ വിട്ട് പോകേണ്ട ഒരു അവസരം, ഒരു സന്ദർഭം ഉണ്ടാകും. ആ സന്ദർഭമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു മനുഷ്യൻ എന്തൊന്നിൻ്റെ മേലിൽ ജീവിക്കുന്നോ അതിൻ്റെ മേലാവും അവൻ മരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കട്ടെ. നമ്മോട് കൂടെ നിന്ന് നമുക്ക് സഹായം തരുന്ന ആൾക്കാരൊക്കെ നമ്മൾ അവരുടെ മരണശേഷം നമ്മൾ അവരെ ഓർക്കും, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനത്തെ ഒരു വിഭാഗം നമ്മൾ ആയിരിക്കണം. മനസ്സിലായല്ലോ? നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ, നമ്മളോട് ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ മരിച്ചാൽ നമ്മൾ ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വേദനയോടുകൂടെ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു, പടച്ചവനെ പുറത്തു കൊടുക്കണേ, അഫ്വ് ചെയ്യണേ, മാപ്പ് ചെയ്യണേ, അവൻ്റെ ഖബറിടം നീ വിശാലമായി കൊടുക്കണേ എന്നിങ്ങനെയുള്ള ഒരു മനസ്സുരുകിയ പ്രാർത്ഥന കിട്ടണമെങ്കിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇടപെടലുകളും നന്നാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കുന്ന മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.